ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിപക്ഷ സമരങ്ങൾ അതിരുവിടുന്നുവെന്ന് CPIM. വീട് ആക്രമിച്ചും പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തിയും നടത്തുന്ന സമരങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസിന്റേത് സമരമല്ല സമരാഭാസമെന്ന് DYFI നേതാവ് V. വസീഫ് വിമർശിച്ചു. കേരളത്തെ തകർക്കാൻ, കേരളത്തെ ഒറ്റുകൊടുക്കാൻ ഇവർ ബോധപൂർവമായി ഇടപെടുക. അവിടെയാണ് നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ഞങ്ങൾ പറയുന്നത് ഈ സമരത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും. ഇത് സമരമല്ല, സമരാഭാസമാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ വീടിന് നേരെയും പൊതുപരിപാടിയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ, വീടിന് മുന്നിൽ റീത്ത് ഉൾപ്പെടെ വെച്ചുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ സമരങ്ങൾ അതിരവിടുന്നുവെന്ന് ഇപ്പോൾ CPIM പ്രസ്താവനയോടെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള സമരാഭാസം കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. V. വസീഫിന്റെ പ്രതികരണം കൂടിയാണ് നമ്മൾ കേട്ടത്. വിവരങ്ങൾ എങ്ങനെ? ശ്രീനന്ദ, ആരോഗ്യവകുപ്പ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് കടന്നു കയറി അവിടെ റീത്ത് വെച്ചത്. ഈ സംഭവം CPIM-നെയും അതിൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളെയും വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും DYFI-യും അടക്കമുള്ള എല്ലാ സംഘടനകളും ഈ സംഭവത്തെ അവലംബിച്ച് മുന്നോട്ട് വന്നു. ഇത് ജനാധിപത്യ, അതായത് ഒരാളുടെ വീട്ടിൽ കയറി റീത്ത് വെക്കുന്നത് ഒരു തരത്തിലും ജനാധിപത്യപരമായ രീതിയല്ല. UDF ഭരണകാലത്ത് CPIM-ഉം LDF-ഉം DYFI-യും ഒക്കെ സമരം നടത്തിയപ്പോഴൊന്നും ഇത്തരമൊരു സമരമാർഗം അവലംബിച്ചിട്ടില്ല എന്നാണ് CPIM-ഉം DYFI-യും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം അതിരുവിട്ട സമര രീതികൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന ശക്തമായ മറുപടിയാണ് CPIM-ൽ നിന്നും DYFI-യിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി പുറത്തിറക്കിയ പ്രസ്താവനയിൽ സമരങ്ങൾ അതിരുവിടുന്നു എന്ന കാര്യമാണ് ആരോപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ സമരങ്ങൾ അതിരുവിടുന്നു, വീടാക്രമിച്ചും പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തി നടത്തുന്ന സമരങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. നാടാകെ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഒരു വർഗീയ കലാപമോ മറ്റ് സംഘർഷങ്ങളോ ഇല്ലാത്ത നാടാണ്. ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കലാപ കലുഷിതമാക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇത്തരം യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളെന്നാണ് CPIM-ഉം DYFI-യും ഒക്കെ ആരോപിക്കുന്നത്. ശ്രീനന്ദ. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.